ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണ് താവം മേൽപ്പാലവും അതുപോലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും. താവം മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി വീണ്ടും അടച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ദുരിതം ഇപ്പൊ ഈ പാലം വന്നത് മുതലേ ദുരിതം അനുഭവിക്കുന്നു ജനങ്ങൾ. ഇപ്പം മൊത്തം പൂട്ടി. ഇപ്പൊ പാപ്പിനിശ്ശേരിയും പൂട്ടി, പഴയങ്ങാടിയും പൂട്ടി. ഇപ്പം പഴയങ്ങാടി പാപ്പിനിശ്ശേരി എല്ലാം ഒന്നിച്ച് പൂട്ടിയോണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ നടന്നിട്ട് പോകുന്നു. ഓരോ പാവം ഫാമിലി ആയിട്ടും കുട്ടികളെല്ലാം ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നിങ്ങൾ ഇത്രയും ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹോം ഗാർഡിനോ പോലീസിനോ വെച്ചിട്ട് കുറച്ച് നിയന്ത്രിക്കലാണ് നല്ലത്, ഏറ്റവും നല്ലത്. അല്ലാതെ ഇത് മുന്നോട്ട്. പിന്നെ റംസാൻ കാലം വരികയാണ്. ഈ റംസാൻ കാലവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി താവം മേൽപ്പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചത്. പാപ്പിനിശ്ശേരി പാലത്തിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. എന്നാൽ പാലങ്ങൾ അടച്ചതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ചെറുതല്ല. ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തുന്നതിനാൽ പഴയങ്ങാടിയിൽ നിന്ന് താവം പാലത്തിന് ഇപ്പുറം വരെ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഏറെ ദൂരം നടന്നു വേണം എത്താൻ. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന താവം, ദാലിൽ പോലുള്ള പോക്കറ്റ് റോഡുകളിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് ജനങ്ങൾ തന്നെ പറയും. ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ വല്ലാത്ത ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിന് മുന്നേ 2-3 പ്രാവശ്യം ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ പരീക്ഷ ഇതെല്ലാം വരാൻ പോകുന്നതാണ്. ഇതേത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്നത് എത്രയും പെട്ടെന്ന് തുറന്ന് ജനങ്ങൾക്ക് സൗകര്യപ്രദ രീതിയിൽ വേണമെന്നാണ് പറയാനുള്ളത്. തുടക്കം മുതൽ തന്നെ പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമാകാറുള്ളത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിൽ ആക്കാറുണ്ടായിരുന്നു. പാലത്തിന്റെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകളാണോ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കായി താവം മേൽപ്പാലം അടച്ചതോടുകൂടി ഏറെ ദുരിതമാണ് പ്രദേശത്തുകാർ അനുഭവിക്കുന്നത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.